ഗൂഗിൾ വിയോ 3യുടെ വരവോടുകൂടി ഒരു വൻ കുതിച്ചുചാട്ടമാണ് AI മേഖലയിൽ കാണുവാൻ കഴിയുന്നത്. ഒരു നല്ല പ്രോംപ്റ്റ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞാൽ വളരെ നല്ല വീഡിയോകൾ ആർക്കും ഹൈ ക്വാളിറ്റി വീഡിയോകൾ നിമിഷ നേരം കൊണ്ട് നിർമ്മിക്കുവാൻ കഴിയും. വിയോ 2ൽ നിന്നും വിയോ 3യിലേക്കുള്ള അപ്ഡേഷനിൽ ഗൂഗിൾ വൻ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി വീഡിയോ കൂടാതെ തന്നെ ഓഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇതിലെ പ്രധാന മാറ്റം. അതും ആ ക്യാരക്ടറിന്റെ ചുണ്ടുകളുടെ മൂവ്മെന്റ് അനുസരിച്ച് തന്നെ ഓഡിയോ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. With every breaking light, this ocean, it's a force, a wild, untamed might. They left behind a ball today. It bounced higher than I can jump. Oh, what manner of magic is that? ഇതുപോലുള്ള സിനിമാറ്റിക് ആൻഡ് ആനിമേഷൻ വീഡിയോകൾ നിർമ്മിക്കുവാൻ നിരവധി പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഉദാഹരണമായി സിന്തേഷ്യ, റൺവേ, ആലിബാബ ക്വീൻ, ചൈനയുടെ ക്ലിങ്, ഇൻവിഡിയോ AI, അഡോബ് ഫയർഫ്ലൈ അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഈ മേഖലയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ്, വെബ് സീരീസ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. സുന്ദരമായ 3D അനിമേഷൻ, സിനിമ പോലുള്ള ട്രെയിലറുകൾ, ശബ്ദം പോലും യഥാർത്ഥ നടന്മാരുടേതുപോലെ. പക്ഷേ ഇതൊക്കെ മുഴുവൻ മനുഷ്യനിർമ്മിതമാണോ? അല്ല, ഇതിൽ കൂടുതലും AI നിർമ്മിതമാണ്. ഒരു വ്യക്തി ഒരാളുടെയും സഹായമില്ലാതെ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, ആ ശബ്ദം വോയിസ് ഓവറിൽ വരുന്നു, അനിമേഷൻ സെറ്റ് ആവുന്നു, പിന്നെ അതിനെ കമ്പ്യൂട്ടർ ഇമോഷനും അഭിനയവും നൽകുന്നു. ഇതുമൂലം നാം മനുഷ്യർക്ക് തീർച്ചയായും വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി മറ്റാരുടെയും സഹായമില്ലാതെ AI പ്രോംപ്റ്റുകളുടെ സഹായത്തോടെ സ്ക്രിപ്റ്റും ഇമേജും വീഡിയോകളും നിർമ്മിക്കുന്നു, ശബ്ദവും AI വഴി നിർമ്മിക്കുന്നു. അങ്ങനെ വളരെ നല്ല വീഡിയോ നിർമ്മിക്കുവാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതും പഴങ്കഥയാകുന്നു. ഒറ്റ പ്രോംപ്റ്റിൽ തന്നെ ഹൈ ക്വാളിറ്റി വീഡിയോ ആൻഡ് ഓഡിയോ ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുമൂലം നാം മനുഷ്യർക്ക് തീർച്ചയായും വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുമൂലം ഗ്രാഫിക് ആൻഡ് അനിമേഷൻ രംഗത്തുള്ളവർക്ക് മാത്രമാണോ പ്രശ്നങ്ങളുള്ളത്? തീർച്ചയായുമല്ല. പല മേഖലയിലും AI കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഒന്നാമത്തേത് തൊഴിൽ നഷ്ടം തന്നെയാണ്. അനിമേറ്റർമാർ, എഡിറ്റർമാർ, ഗ്രാഫിക് ഡിസൈനർമാർ, ആരോഗ്യ മേഖല, ഇൻഡസ്ട്രി മേഖല, ട്രാൻസ്പോർട്ടേഷൻ മേഖല, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, റോബോട്ട്സ്, സ്പൈയിങ് കാർസ് അങ്ങനെ നിരവധി മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ അയൽരാജ്യമായ ചൈന AI ടെക്നോളജിയിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഫ്ലൈയിങ് കാറുകളും റോബോട്ടുകളും അങ്ങനെ പല മേഖലകളും AI സാന്നിധ്യം വരുന്നു. ഭാവിയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ വരെ പുതിയ ടെക്നോളജിയിൽ മുന്നിട്ട് നിൽക്കുന്നവർക്കായിരിക്കും മുൻതൂക്കം. പക്ഷേ നമ്മൾ അതിനോട് തളരേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യുന്ന മേഖലയിൽ പുതിയ ടെക്നോളജിക്കൊപ്പം നോളജ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാത്തവർ പേടിക്കുക തന്നെ വേണം. പുതിയ ടെക്നോളജി അറിവുള്ളവർ നിങ്ങളുടെ സീറ്റ് കൈക്കലാക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. AI ഒരിക്കലും മനുഷ്യരെ മാറ്റിവെക്കാൻ വന്നതല്ല, നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ്. നമ്മളുടെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും സ്പീഡും കൂട്ടുവാൻ വേണ്ടി തന്നെയാണ് AI നിലകൊള്ളുന്നത്. അതിനായി നമുക്ക് മാറ്റങ്ങൾ സ്വീകരിക്കാം, പുതിയത് പഠിക്കാം, നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. AI ലോകത്തെക്കുറിച്ചും ഫ്യൂച്ചർ ടെക്നോളജികളെ കുറിച്ചും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓക്കെ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.